വയനാട്ടിൽ ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. പനമരം അമ്മാനി പാറവയൽ ജയരാജന്റെ കൃഷിയിടത്തിൽ ഇന്ന് പുലർച്ചെയാണ് ആന ചരിഞ്ഞത്. തെങ്ങു മറിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഇലക്ട്രിക് ലൈനിൽ തട്ടിയാണ് ഷോക്കേറ്റതെന്നാണ് നിഗമനം. അനൂപ് കെ ആർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. അനൂപ്, ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഈ കാട്ടാനയെ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്ന് വേണോ മനസ്സിലാക്കാൻ? ഏതാണ്ട് 4 ടൺ ഭാരമുണ്ട് ആനയ്ക്ക് എന്നാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന പ്രദേശം, ചെരിവുള്ള പ്രദേശം കൂടിയാണ് ഈ അമ്മാനി വനയോരത്ത് പാതിരി സെക്ഷൻ, ചെതലയം റേഞ്ചാണ് ഈ വനമേഖല. ഇവിടെ ജനവാസ കേന്ദ്രത്തിൽ വലിയ കാപ്പിത്തോട്ടമെല്ലാം ഉള്ളൊരു ജനവാസ കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഒരു ചെരിഞ്ഞ പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. ഈ ആന ഇവിടെയുള്ള ഒരു തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുമ്പോൾ അത് ഇലക്ട്രിക് ലൈനിലേക്ക് വീണ് ആണ് ആനയ്ക്ക് ഷോക്കേറ്റത്. ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിന് തുടർ നടപടി, ആനയെ പോസ്റ്റ്മോർട്ടം അതുപോലെയുള്ള നടപടികൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഇല്ലാതെ തടസ്സമാണ്. ഇവിടെ നിന്ന് ആനയെ നീക്കേണ്ടത് പ്രാഥമികമായി വനവകുപ്പിന്റെ ഒരാവശ്യമാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ ഒരു വീടിന് തൊട്ട് മുമ്പിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ വീടിനോട് ചേർന്ന് ക്രെയിൻ കൊണ്ടുവന്ന് ഈ ആനയെ ഉയർത്തി ലോറിയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിനായിട്ടുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേകം ഉപയോഗിച്ച ആനയെ ക്രെയിനുമായി ചേർത്ത് ഉയർത്താനാണ് ഇപ്പോൾ ഏതായാലും ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രമമാണ് നടക്കുന്നത്. ഈ ആന മാത്രമല്ല, ഈ പ്രദേശത്ത് ഒരു 5 ആനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അതിലൊന്നാണ് ഈ വിധത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ എല്ലാം തന്നെ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. അതിൽ ആനയാണ് തൊട്ട് സമീപത്തുള്ള ഒരു കുളവും അതോടൊപ്പം അത്തരം സാഹചര്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വനത്തിന് തൊട്ട് സമീപത്താണ്. ഈ പ്രദേശത്തു കൂടിയാണ് പ്രദേശം കടന്നാണ് ആന മറ്റും ജനവാസ മേഖലകളിലേക്ക് സാധാരണ നിരന്തരമായി ആന എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. സൗത്ത് വയനാട് DFO ഷജ്ന ഹരിയും ഉൾപ്പെടെയുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഈ കാപ്പിത്തോട്ടത്തിലാണ് ആന ഷോക്കേറ്റ് ചെരിഞ്ഞു കിടക്കുന്നത്. അവിടെ നിന്ന് അവിടേക്ക് എത്തി ഈ ആനയെ നീക്കം ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആനയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി തെങ്ങ് ഉപയോഗിച്ച് അതിനെ ഉയർത്തി ഇവിടെ നിന്ന് ഈ ലോറി ഇങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വരെ ക്രെയിൻ കൊണ്ട് തന്നെ എത്തിക്കേണ്ടി വരും. ആ ഒരു ശ്രമമാണ് അതിൽ നടക്കുന്നത്. ഈ ഏറ്റവും ഫലപ്രദമായി അത് നിർവഹിക്കണമെങ്കിൽ ഈ ആനയെ മതിയായ വിധത്തിൽ ഈ ബെൽറ്റ് ഉപയോഗിച്ച് ബന്ധിക്കുകയും മറ്റും വേണം. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. അതിന് അല്പസമയത്തിനകം തന്നെ ആനയെ ഇവിടെ നിന്ന് മാറ്റാവുമെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അനൂപ്, ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ട ഒരു ശ്രമമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സന്നാഹം സംവിധാനമൊക്കെയും അവിടെ ഒരുക്കിയിട്ടുണ്ടാകണം. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ്? കൂടുതൽ കാട്ടാനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള നിഗമനവും ഇപ്പോഴുണ്ടല്ലോ. തീർച്ചയായും നമ്മൾ നേരത്തെ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ വിധത്തിൽ തുടർച്ചയായി കാട്ടാനശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പനമരം, അമ്മാനി തുടങ്ങിയ ഈ പ്രദേശങ്ങൾ. തൊട്ട് സമീപത്താണ് ഈ പാതിരി ഫോറസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഒരു നിബിഡമായ വനമേഖലയാണ്. ഇവിടെ നിന്ന് ധാരാളം ഈ വിധത്തിൽ വന്യമൃഗ ഇറങ്ങുന്നത് പതിവാണ്. അനൂപ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ആന ഈ പ്രദേശത്ത് ചരിഞ്ഞത്. അതൊരു കൃഷിയിടമാണ്. പനമരം അമ്മാനി പാറവയൽ ജയരാജന്റെ കൃഷിയിടമാണിത്. ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ആണ് ആന ചരിഞ്ഞത് എന്ന നിഗമനത്തിലാണ്. ഏകദേശം 4 ടണ്ണിലധികം ഭാരമുണ്ട്. ആനയെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈ കൃഷിയിടത്തിന് പരിസരത്തായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പനമരം പ്രദേശത്ത് നേരത്തെയും അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗശല്യം, കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് വയനാട്ടിലേത്. അവിടെയാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് ആന ചരിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ആനകളുടെ ഒരു
സാഹചര്യം അവിടെ കൂടുതലായി ഉണ്ടാകാനുള്ളൊരു സാഹചര്യത്തെ ഇപ്പോൾ പ്രദേശവാസികൾ തള്ളിക്കളയുന്നില്ല. സ്വാഭാവികമായിട്ടും ആ നിലയ്ക്കുള്ളൊരു നടപടിയും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ചരിഞ്ഞ ആനയുടെ ജഡം ഈ പ്രദേശത്ത് നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അനൂപ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ്, ദീർഘനേരമായോ ഇങ്ങനെയൊരു ശ്രമം ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ട്? ഏതായാലും ക്രെയിൻ വന്നിട്ട് ഇപ്പോൾ അല്പസമയമാകുന്നതേ ഉള്ളൂ. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പാറവേൽ ഈ സ്ഥലം ഈ ആന ചെരിഞ്ഞു കിടക്കുന്ന അല്പമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു കാപ്പിത്തോട്ടത്തിന് അടുത്താണ് ഈ ആന കിടക്കുന്നത്. സമീപത്ത് വീടുകളുണ്ട്. ഇന്ന പ്രദേശമാണ്. ഈ മുറ്റത്ത് ഈ ക്രെയിൻ നിർത്തി ആനയെ ബന്ധിപ്പിച്ച് അവിടെ നിന്ന് ഉയർത്തുക എന്നുള്ളതാണ് പിന്നീട് ആനയെ ഇവിടെ നിന്ന് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറച്ചപ്പുറത്തേക്ക് വാഹന സൗകര്യം എത്തുന്ന ലോറി എത്തുന്ന ഒരു സ്ഥലത്തേക്ക് നീക്കണം. അതിനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഈ ആനയെ ബന്ധിപ്പിച്ച് ഈ വടങ്ങളിൽ ബന്ധിപ്പിച്ച് ഈ പ്രത്യേക റോപ്പിൽ ഒരു ബന്ധിപ്പിച്ച് ട്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുക എന്നുള്ളൊരു ശ്രമം അത് സമഗ്രമാണ്. 5000 കിലോയോളം ഭാരമുണ്ട് ആനയ്ക്ക് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് വയനാട് DF ഉൾപ്പെടെയുള്ള വനപാലക സംഘമുണ്ട്. അവർ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തുടർ നടപടികൾക്ക് വേണ്ടിയാണ് മാറ്റുക എന്നതാണ് വനവകുപ്പിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യം. ഈ ക്രെയിൻ ഒക്കെ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വലിയൊരു തടസ്സമോ ബുദ്ധിമുട്ടോ വനവകുപ്പ് നേരിട്ട് ഇവിടെ നിന്ന് ഈ ലോറി എത്തുന്നത് വരെയുള്ള വാഹന സൗകര്യം അവിടെ എത്തുന്നത് വരെയുള്ള ഭാഗത്തേക്ക് പ്രധാനമാണ്. ഏതായാലും അതിനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് 12 വയസ്സ് ഷോക്കേറ്റ് ചെരിഞ്ഞത് ആന ഒരു തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ മുൻപ് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ തെങ്ങുകൾ വ്യാപകമായി ആനകൾ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിധത്തിൽ കഴിഞ്ഞ ദിവസമെല്ലാം ഈ ആനകൾ ഇവിടെ എത്തുകയും 4-5 ഈ പ്രദേശങ്ങളിൽ എത്തുകയും തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആനകൾ ഈ പ്രദേശത്ത് പതിവുള്ള ഒരു സാന്നിധ്യമാണ് എന്നും നാട്ടുകാർ പറയുന്നു. ഏതായാലും ഇങ്ങനെയൊരു ശ്രമത്തിനിടെയാണ് ആന ഈ തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പറമ്പിലൂടെ ഈ കാപ്പിത്തോട്ടത്തിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിൽ ഈ തെങ്ങ് മറിഞ്ഞു വീഴുകയും ആ ഇലക്ട്രിക് ലൈൻ ഈ ആനയുടെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ആനയുടെ മുകളിലേക്ക് ഈ പൊട്ടി വീണ കമ്പികൾ ചെന്ന് വീഴുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ ആനയ്ക്ക് ഷോക്ക് അടിച്ചത്. ഈ പ്രദേശത്തുള്ളവർ ഈ ഭാഗത്ത് കരണ്ട് പോവുകയും ചില ബഹളങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എത്തിയപ്പോഴാണ് ഈ വിധത്തിൽ ഈ നാട്ടുകാർ ചെരിഞ്ഞു കിടക്കുന്നത് കണ്ടത്. പിന്നീടാണ് ഷോക്കിട്ട് മരിച്ചതാണെന്നും മറ്റും മനസ്സിലായത്. പുലർച്ചെയാണ് സംഭവം. ഒരു ഉച്ചയ്ക്ക് അർദ്ധക്ക് ശേഷം ഈ വിധത്തിൽ ആനകൾ ഇവിടെയുള്ള കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലും എല്ലാം പതിവ് സാന്നിധ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആനയും ഇതേ വിധത്തിൽ ഇവിടെ ചെരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം അകലെ ഒരു സ്വകാര്യ എസ്റ്റേറ്റിൽ ഇതേപോലെ ആന ഷോക്കേറ്റ് ചെരിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. വലിയ ഒരു ബുദ്ധിമുട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഈ ആനകൾ ഈ കാടിറങ്ങി തൊട്ട് സമീപത്താണ്. ഏതാണ്ട് 1 കിലോമീറ്ററോളം മാത്രമേ ഈ പാതിരി ഫോറസ്റ്റ് സെക്ഷനിലേക്ക് ഈ പ്രദേശത്ത് ഈ സംഭവം നടന്ന പ്രദേശത്തുള്ളൂ. അവിടെ നിന്ന്